നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിങ്ങിൽ നിങ്ങൾക്ക് റിസനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, എക്സ്ട്രാ മാരിറ്റൽ അഫെയറുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം. ക്യൂൻ ഓഫ് വാൺസ് എനർജിയാണ്. ഇവിടെ നിങ്ങളുടെ റിലേഷൻ ഇടയ്ക്ക് ഒരു തേർഡ് പേഴ്സൺ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു തേർഡ് പേഴ്സന്റെ ഇൻഫ്ലുവൻസ് ഈ റിലേഷനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് ചിലപ്പോൾ ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ സാഹചര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ മറ്റു റിലേഷൻ ഉള്ളതായിരിക്കാം. എന്തൊക്കെയാണെങ്കിലും ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ട്, ഈ റിലേഷനെതിരായിട്ടുള്ള പ്ലാനിങ് അവർ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. അവർ ഭയങ്കരമായിട്ട് അവർക്കൊരു അസൂയുള്ളതായിട്ട് കാണുന്നുണ്ട്. ഈ റിലേഷൻ നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ മുന്നോട്ട് പോകുന്നത് അവർക്ക് ഇഷ്ടമല്ല, അതെങ്ങനെയെങ്കിലും തകർക്കണം, നിങ്ങളുടെ ഹാപ്പിനെസ് ഇല്ലാതാക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു പേഴ്സണെയാണ് കാണിക്കുന്നത്. ചിലപ്പോൾ അവർ നിങ്ങളുടെ മുന്നിൽ നന്നായിട്ട് ഇരിക്കുന്നുണ്ടാവാം, നന്നായിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ടാവാം. ഈ പേഴ്സൺ അങ്ങനെ ചെയ്യുന്നു നിങ്ങൾക്കും മനസ്സിൽ അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഒരു ബോണ്ടിങ്ങിലായിരിക്കും ഈ പേഴ്സൺ നിങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ടാവാം. പക്ഷേ ഇവിടെ ഭയങ്കരമായിട്ട് അവർക്ക് അസൂയയുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് താല്പര്യമില്ലായ്മയുണ്ട്. എങ്ങനെയെങ്കിലും ഈ റിലേഷൻ എൻഡ് ആക്കണം എന്നുള്ള ഒരു പ്ലാനിങ്ങോട് കൂടി മുന്നോട്ട് പോകുന്ന ഒരു പേഴ്സണെയാണ് കാണിക്കുന്നത് കേട്ടോ. ദ ഹാങ്ഡ് മാൻ എന്നാണ് കാണിക്കുന്നത്. അതായത് ഈ റിലേഷനിൽ നിങ്ങൾ തമ്മിലുള്ള ഒരു സെപ്പറേഷനോ അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു പേഴ്സൺ കാരണമായിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി കാരണമായിരിക്കാം. അപ്പം ഇവിടെ നിങ്ങൾ തമ്മിൽ കണക്റ്റഡ് ആയി നിൽക്കാതെ എപ്പോഴും ഈ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഈ അകൽച്ച എപ്പോഴും നിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സണെ ഈ ഒരു സിറ്റുവേഷനിൽ സ്റ്റെക്കാക്കി നിർത്തുന്നു എന്നുള്ളതാണ്. അതായത് ഈ റിലേഷനിലോട്ട് തിരികെ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് നിങ്ങളുടെ പേഴ്സണെ അവർ കൺട്രോളിങ്ങിൽ നിർത്തുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ റിലേഷനിലോട്ട് നിങ്ങളെ അപ്രോച്ച് ചെയ്യണം, നിങ്ങളിലേക്ക് വരണം എന്നുള്ള ടെൻഡൻസി ഉണ്ടെങ്കിൽ പോലും അതിൽ നിന്ന് മാറ്റി നിർത്തുന്നുണ്ട് ഈ തേർഡ് പേഴ്സൺ. പല കാര്യങ്ങളും പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്ത് മാറ്റി നിർത്തുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. ടു സോഴ്സ് എനർജിയാണ്. അതായത് ഇവിടെ ഒരു കൺഫ്യൂഷനാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. അതായത് ഇവർ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ ശരിയാണോ അതോ തെറ്റാണോ എന്ന് മനസ്സിലാവാതെ കൺഫ്യൂസ്ഡ് ആയിട്ട് അവർ അത്രയും ടെൻഷനായിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. അവരൊരിക്കലും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇവർ പറയുന്ന പോലെയുള്ള അത്രയും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ പറയുന്നത് ശരിയാണോ അതോ തെറ്റാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഈ ഒരു തേർഡ് പേഴ്സൺ പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്നുള്ള, അല്ലെങ്കിൽ അത് ഓക്കെ ആണോ, ഇവര് തെറ്റിദ്ധരിപ്പിക്കുകയാണോ, ഒന്നും അവർക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. ആ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് തന്നെയാണ് ഇവരിങ്ങനെ റിലേഷനിലോട്ട് തിരികെ വരാതെ ഒരു സ്റ്റെക്കായി നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. ദ മജീഷ്യൻ കാർഡാണ് കാണിക്കുന്നത്. ചിലർക്ക് ഈ ഒരു തേർഡ് പേഴ്സൺ ഒരു ബ്ലാക്ക് മാജിക് എനർജി ഒക്കെ യൂസ് ചെയ്യുന്ന ആളായിരിക്കാം. അങ്ങനെ എന്തെങ്കിലും ഒരു ബ്ലാക്ക് മാജിക് എനർജി നിങ്ങളുടെ പേഴ്സണിൽ യൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഈ കൂടോത്രം പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ അറിയുന്ന ആളാണെങ്കിൽ ചെറിയ രീതിയിൽ ആ ഒരു പൊടിക്കൈകളൊക്കെ യൂസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉള്ള ഒരു പേഴ്സൺ ആണ് ഈ ഒരു തേർഡ് പേഴ്സൺ എന്നാണ് കാണിക്കുന്നത്. ഇത് എല്ലാവർക്കും മാച്ച് ആയിക്കൊള്ളണമെന്നില്ല കേട്ടോ. ടെമ്പറൻസ് എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ഈ റിലേഷനിൽ ഒരു ബാലൻസിലോട്ട് ഈ റിലേഷൻ കൊണ്ടുവരണം, ഇങ്ങനെ നിന്നാൽ പോരാ. ഇവിടെ റിലേഷനിൽ നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബോണ്ടിങ് വീണ്ടും ആ ഒരു പഴയ ബോണ്ടിങ്ങിലോട്ട് വരണം, റിലേഷൻ റീസ്റ്റാർട്ട് ചെയ്യണം എന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇവർക്ക് ഈ ഒരു സാഹചര്യം കാരണം, അല്ലെങ്കിൽ തേർഡ് പേഴ്സൺ ഇൻഫ്ലുവൻസ് കാരണം അത് സ്മൂത്തായിട്ട് ഓക്കെ ആയി വരുന്നില്ല എന്നുള്ളതാണ്. നൈറ്റ് ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. ഇവിടെയും ഇതൊരു സ്റ്റെക്കായി നിൽക്കുന്ന എനർജി തന്നെയാണ്. ഈ റിലേഷനിലോട്ട് നിങ്ങൾ പേഴ്സൺ വരാൻ ആഗ്രഹിച്ചിട്ടും അത് വരാൻ സമ്മതിക്കാതെ പല കാര്യങ്ങളിലൂടെയും അവർ ഇൻഫ്ലുവൻസ് ചെയ്ത് അവർ ഈ റിലേഷനിലോട്ട് തിരികെ വരുന്നതിനെ സ്റ്റോപ്പ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. നിങ്ങളുടെ പേഴ്സൺ ഒരു നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അവർക്ക് റിലേഷനിലോട്ട് വരാൻ ആഗ്രഹം ഉണ്ടായിട്ടും വരാൻ പറ്റാത്ത രീതിയിലുള്ള സാഹചര്യങ്ങളും കാര്യങ്ങളും നടക്കുന്നു എന്നുള്ളതാണ് കേട്ടോ.
അപ്പം ഇവിടെ നമുക്കൊരു ടോട്ടൽ എനർജി കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ കുടുങ്ങി കിടക്കുകയാണ്, സ്റ്റെക്കായി നിൽക്കുകയാണ്, റിലേഷനോട് വരാൻ പറ്റാത്ത സാഹചര്യങ്ങളിലാണ് അവരിപ്പോഴുള്ളത് എന്നുള്ളതാണ് കേട്ടോ. അപ്പം നമുക്ക് കുറച്ച് മെസ്സേജ് കടന്നുകൊണ്ട് നോക്കാം. ലിസ്റ്റൺ ടു യുവർ ഇൻഡ്യൂഷൻ എന്നാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ഇൻഡ്യൂഷനിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം ഇവരെ ഒരു തേർഡ് പേഴ്സൺ തടഞ്ഞു നിർത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ പേഴ്സൺ ആണ് അവര്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ തേർഡ് പേഴ്സണെ കുറിച്ചൊരു ഐഡിയ കിട്ടുന്നുണ്ടാവാം. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഇൻഡ്യൂഷൻ പറയുന്നത് കേൾക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻഡ്യൂഷൻ വഴി നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം ഇവരായിരിക്കാം, അല്ലെങ്കിൽ ഈ പേഴ്സന്റെ ഭാഗത്തു നിന്നാണ് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാനുള്ള ചാൻസ്, ഇതായിരിക്കാം ആ തേർഡ് പാർട്ടി എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് കാണിക്കുന്നത്. റൊമാൻസ് എന്നാണ് കാണിക്കുന്നത്. അതായത് ഈ ഒരു റിലേഷനിൽ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു പ്രണയം അത് അത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ളതാണ്. ഈ ഒരു സ്നേഹത്തെ ആർക്കും തടുത്ത് നിർത്താൻ പറ്റില്ല. ഇനിയിപ്പോൾ ആരൊക്കെ ആ ഒരു റിലേഷനെതിരായിട്ട് നിന്നാലും, എന്തൊക്കെ സാഹചര്യങ്ങൾ വന്നാലും, എന്തൊക്കെ എതിർപ്പുകൾ വന്നാലും ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് തന്നെയാണ് കാണിക്കുന്നത്. അത് നിങ്ങളുടെ ആ ഒരു പ്രണയത്തിൻ്റെ ഒരു സത്യസന്ധത, ആത്മാർത്ഥത കൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് ഈ റിലേഷനിൽ പിടിച്ചു നിൽക്കാൻ പറ്റും മുന്നോട്ട് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. ലെറ്റർ എഫ് 1999 ജൂൺ, കാസർഗോഡ്. ലെറ്റർ ഒ, ലെറ്റർ എൻ ഭരണി, മൂലം, സെപ്റ്റംബർ 1989, തിരുവനന്തപുരം. രോഹിണി, മകീര്യം, ആയില്യം, ഉത്രം. ലെറ്റർ എം, പൂയം, പാലക്കാട്, കോഴിക്കോട്. 2001 ചിത്തിര, അശ്വതി. അപ്പോൾ നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.